കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ സെക്കൻഡ് ക്ലാസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കെ സി കെ പി അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഹോമോജീനിയസ് അഥവാ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്താണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് സന്തുലിതാവസ്ഥ, അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ലേഷാട്രിയർ പ്രിൻസിപ്പൽ, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേഷാട്രിയർ പ്രിൻസിപ്പൽ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ അഫക്ട് ചെയ്യുന്നത്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോമോജീനിയസ് അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് സന്തുലിതാവസ്ഥ. ഈ ഹോമോജീനിയസ് അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോമോജീനിയസ് എന്ന് പറയുന്നത് നമ്മുടെ ഏകാത്മക സന്തുലനം എന്നും ഹെറ്ററോജീനിയസിന് നമ്മുടെ ഭിന്നാത്മക സന്തുലനം എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു റിയാക്ഷൻ ഹോമോജീനിയസ് ആണ്, ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന റിയാക്ഷനിലെ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഫേസ് നോക്കിയിട്ടാണ് നമുക്ക് പറയാം. അതിൽ ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ബേസിസിലാണ് അത് ഏത് സന്തുലനാവസ്ഥയിലാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഏകാത്മക സന്തുലനാവസ്ഥയിലാണ് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ മിക്സ്ചർ ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഫേസ് എന്ന് പറയുന്നത് സെയിം ഫേസിലായിരിക്കും. സെയിം ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഒന്നില്ലെങ്കിൽ എല്ലാവരും ഗേഷ്യസ് ഫേസിലാവും, അല്ലെങ്കിൽ സോളിഡ് ഫേസിലാവും, അല്ലെങ്കിൽ ലിക്വിഡ് ഫേസിലാവും. ചില സമയങ്ങളിൽ നമ്മൾ അക്വസ് ഫേസ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ലിക്വിഡ് ഫേസ് തന്നെയാണ്. പക്ഷെ ഓക്കെ, അപ്പൊ എന്തായാലും അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സെയിം ഫേസിലായിരിക്കണം എന്നുള്ളതാണ് ഏകാത്മക സന്തുലനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഹെബർ പ്രോസസ്സ് തന്നെ എടുക്കാം. N2 + 3H2 ഗിവിംഗ് 2NH3. ഇവിടെ N2 3H2 എന്ന് പറഞ്ഞ N2 and ഹൈഡ്രജൻ എന്ന് പറയുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷനിലെ അഭികാരങ്ങൾ. അപ്പൊ രണ്ടും ഗാഷ്യസ് ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള അമോണിയ എന്ന് പറയുന്നത് അതും ഓൾസോ ഓക്യുപ്പൈങ് ഇൻ ദ ഗേഷ്യസ് ഫോമിലാണ്, അല്ലെങ്കിൽ വാതകാവസ്ഥയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയേറ്റഡ് ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു റിയാക്ഷൻ ഏകാത്മക സന്തുലനത്തിൽ അവസ്ഥയിലാണ് എന്നുള്ളത്. ഇനി ഇതിന് പകരം നമ്മൾ ഏകാത്മകം എന്ന് പറയുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ് ആണ് ഭിന്നാത്മക സന്തുലനം എന്നുള്ളത്. ഭിന്നാത്മക സന്തുലനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു അഭികാരമോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ ഒരു ഡിഫറെന്റ് ഫേസിലാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇക്വിലിബ്രിയേറ്റഡ് റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭിന്നാത്മക സന്തുലനം. അപ്പൊ അഭികാരങ്ങളും പ്രൊഡക്റ്റുകളും വ്യത്യസ്ത സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അവസ്ഥയെയാണ് നമ്മൾ ഹെറ്ററോജീനിയസ് സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാൽഷ്യം കാർബണേറ്റിന്റെ റിയാക്ഷൻ, കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ കറസ്പോണ്ടിംഗ്ലി നമുക്ക് കാണാനായിട്ട് പറ്റും. രണ്ട് കേസസിലും നമ്മൾ നോക്കുമ്പോൾ എന്താണ്, കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് സോളിഡ് ഫേസിലും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഗേഷ്യസ് ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റത്തിന്റെയും എന്തിൽ വ്യത്യാസമുണ്ട്, ഫേസസിലെ ഡിഫറൻസ് ഉണ്ട്. ഇതൊരു ഭിന്നാത്മക സന്തുലനാവസ്ഥയ്ക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഭിന്നാത്മക സ്ഥിരാങ്കത്തിന്റെ സന്തുലിത സ്ഥിരാങ്കം, ദാറ്റ് ഈസ് കെ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിന്റെ സ്വഭാവവിശേഷതകൾ, അതിന്റെ മെയിൻ ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ായിട്ട് പോകുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതായത് KEQ എന്ന് പറയുന്ന ഏതൊരു ഇക്വിലിബ്രിയത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു റിയാക്ഷനിൽ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ റിയാക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ KEQ വാല്യൂ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും റിയാക്ടന്റിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ എന്താണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയാം പ്രാരംഭ സാന്ദ്രത, അതിനേക്കാളും പ്രാരംഭ ഗാഢത എന്ന് നമുക്ക് പറയാം. പ്രാരംഭ ഗാഢതയെ ആശ്രയിച്ചിട്ടാണ് സന്തുലന സ്ഥിരാങ്കം അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ
ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതായത് സന്തുലിത സ്ഥിരാങ്കത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും അഭികാരങ്ങളുടെയോ പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ അഭികാരങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതായത് ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ ഇപ്പൊ നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻസിൽ ചേഞ്ചസ് വരുത്തിയാലും അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ സംബന്ധിച്ച് ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് താപനിലയെ ആശ്രയിച്ചിരിക്കും. നമുക്കറിയാം, നമ്മൾ ഏതൊരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കും ആ റിയാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലും എന്ത് വരും, വാല്യൂസിൽ ചേഞ്ചസ് വരും. ഇനി നമുക്ക് സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇക്വിലിബ്രിയം ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഒരു സന്തുലിതാവസ്ഥയിലുള്ള ഒരു റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/Kc ആയിരിക്കും. അപ്പൊ ഒരു റിയാക്ഷന്റെ സന്തുലിതാവസ്ഥയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിവേഴ്സിബിൾ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് അതിന്റെ റിവേഴ്സൽ ആയിരിക്കും. നമുക്ക് 1/Kc എന്ന് പറഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അഞ്ചാമത്തെ പോയിന്റ്. നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന ഒരു റിയാക്ഷൻ, ജനറൽ റിയാക്ഷനെ നമ്മൾ n എന്ന് പറയുന്ന ഒരു ഇന്റീജർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ രാസപ്രവർത്തനത്തിന്റെ കറസ്പോണ്ടിങ് ആയി, ഇപ്പൊ A ഗിവിംഗ് B എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയേറ്റർ റിയാക്ഷൻ, അതിനെ നമ്മൾ Kc എന്ന് പറയുന്ന ആ റിയാക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കാം. ഇനി ഒരു റിയാക്ഷനെ ഞാൻ n എന്ന് പറയുന്ന ഒരു ഇന്റീജർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ആ റിയാക്ഷൻ എന്ന് പറയുന്നത് Na ഗിവിംഗ് Nb എന്ന് പറയുന്ന റിയാക്ഷൻ ആയിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് K⁴ എന്ന് പറയുന്ന വാല്യൂവിലായിരിക്കും വരുന്നതായിരിക്കും. ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് ലൈക്ക് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം, ഇപ്പൊ 4, 5 എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് കൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സന്തുലിത സ്ഥിരാങ്കത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് നമ്മൾ നോക്കാം. ആപ്ലിക്കേഷൻസിന്റെ കേസ് വരുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് 3 ആപ്ലിക്കേഷൻസ് ആണ് നമ്മളെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് പറയാറുള്ളത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 3 ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒന്ന്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം റിയാക്ഷന്റെ എക്സ്റ്റെന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് എക്സ്റ്റെന്റ് ഇൻ ദ സെൻസ് ഒരു റിയാക്ഷൻ അതിന്റെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണോ കൂടുതൽ, അതോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണോ കൂടുതൽ, അതോ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആണോ വരുന്നത്. ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ്, പ്രൊഡക്റ്റിന്റെ സൈഡിലേക്കാണോ അതോ റിയാക്ടന്റിന്റെ സൈഡിലേക്കാണോ ഇക്വിലിബ്രിയം മച്ച് മോർ ഷിഫ്റ്റ് ടുവേർഡ്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് K=ന്റെ വാല്യൂസ് ഉപയോഗിച്ചാൽ നമുക്ക് പറ്റുന്നതായിരിക്കും. ഈ രണ്ടാമത്തെ നമ്മൾ പറയുന്നത് പ്രവർത്തനത്തിന്റെ ദിശ ഇൻ ദ സെൻസ് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ്, അത് ഫോർവേഡ് ഡയറക്ഷനിലേക്കാണോ അതോ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണോ നമുക്ക് കൂടുതൽ എക്സ്റ്റെന്റ്. നമ്മൾ എക്സ്റ്റെന്റ് പറയുന്ന സമയത്ത്, എക്സ്റ്റെന്റ് ഓഫ് ദ റിയാക്ഷൻ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ആണോ റിയാക്ടന്റ് ആണോ കൂടുതൽ ഉള്ളത് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ദിശ പറയുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ ആണോ കൂടുതൽ ഫേവർ ചെയ്യുക അതോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ കൂടുതൽ ഫേവർ ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ, ഇങ്ങനെയുള്ള ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് K=യുടെ വാല്യൂ നമുക്ക് പറ്റും. അപ്പൊ അത് ഈ ഒരു എന്താ പറയാ സന്തുലിത ഗാഢത നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ആക്ച്വലി ഒരു ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് നമ്മൾ എഴുതാം. എന്തായാലും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റത്തെ 2 ആപ്ലിക്കേഷൻ പാർട്ടിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള രാസപ്രവർത്തനത്തിന്റെ ദിശ നമ്മൾ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ രാസപ്രവർത്തനത്തിന്റെ ദിശ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്
അതിനുവേണ്ടി നമ്മളൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പാരാമീറ്ററും കൂടി നമ്മൾ എടുക്കുകയാണ് QC എന്ന് പറഞ്ഞു. QC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയും. റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് Q എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, റിയാക്ഷൻ കോഷ്യന്റ്. അപ്പൊ അതുപോലെ തന്നെ QC QP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ QC എന്ന് പറയുന്നത് റിയാക്ഷൻ കോഷ്യന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, QP എന്ന് പറയുന്നത് റിയാക്ഷൻ കോഷ്യന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, അല്ലെങ്കിൽ ഭാഗിക മർദ്ദത്തിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ക്യൂനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രാസപ്രവർത്തന സിദ്ധിമാന ഫലം എന്നാണ് പറയുന്നത്. രാസപ്രവർത്തന സിദ്ധിമാന ഫലം എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്യൂ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം റിയാക്ഷൻ കോഷ്യന്റ് നോർമലി നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ ക്യൂവിന്റെ വാല്യൂന്റെ ബേസ്, ക്യൂവിന്റെയും കെയുടെയും വാല്യൂ, ക്യൂ അതായത് റിയാക്ഷൻ കോഷ്യന്റിന്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെയും വാല്യൂസിന്റെ ബേസിസിലാണ് നമ്മൾ തന്നിരിക്കുന്ന റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആണോ ഫേവറബിൾ ആയിട്ടുള്ളത്, അതോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ ഫേവറബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോർമലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പ്രെഡിക്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യൂവും കേസിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ കൺസെപ്റ്റ് പ്രകാരം റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രാസപ്രവർത്തനം സന്തുലനാവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ അതോ അത് എത്താൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് റിയാക്ഷൻ കോഷ്യന്റ്, ക്യൂ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ക്യൂ എങ്ങനെയാണ് കെയുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോർമൽ ആയിട്ടൊരു ജനറൽ റിയാക്ഷൻ നമ്മൾ എടുത്തിരിക്കുകയാണ്. A moles of A giving, A moles of A with B moles of B giving C moles of C and D moles of D എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം രാസപ്രവർത്തനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം റിയാക്ഷൻ കോഷ്യന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ വരുന്നത്. ഇത് എന്ത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള KC എന്ന് പറയുന്ന എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ Q എന്ന്, അതായത് പ്രൊഡക്റ്റ് ഓഫ് molar product of concentration of reactants divided by product of concentration of the reactants ആണ്. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻസ് തമ്മിലുള്ള ലൈക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ റിയാക്ടന്റിന്റെ പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ പ്രൊഡക്ട്സ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട്. ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ കെയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈമിൽ വേണമെങ്കിലും മെഷർ ചെയ്യുന്ന വാല്യൂ ആവാം. അതായത് നമ്മൾ പ്രൊഡക്റ്റിന്റെയും അതുപോലെ തന്നെ എന്താ റിയാക്ടന്റിന്റെയും കോൺസെൻട്രേഷൻ അറ്റ് ദ ടൈം ഓഫ് ഇക്വിലിബ്രിയം അല്ല, ബിഫോർ ഇക്വിലിബ്രിയം ആവാം, ആഫ്റ്റർ ഇക്വിലിബ്രിയം ആവാം, അല്ലെങ്കിൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ആവാം. എനി ടൈമിലാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ കോഷ്യന്റ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ കെ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പോയിന്റിൽ മാത്രം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മെഷർ ചെയ്യാൻ പറ്റാം, ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിന്റെ കെയ്ക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യൂ എന്ന് പറയുന്നത് എനി ഇൻസ്റ്റന്റിൽ നമ്മൾ മെഷർ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും കോൺസെൻട്രേഷൻസ് ആവാം. പക്ഷെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ്സ് റീച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് KEQ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യൂവിന്റെയും കെയുടെയും വാല്യൂയുടെ ബേസിസിൽ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണോ അതോ ഫോർവേഡ് റിയാക്ഷൻ ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ നോർമലി പറയാം, നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള ക്യൂവിന്റെയും കെയുടെയും വാല്യൂസ് പറയുന്നത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സന്തുലിതാവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ക്യൂവിന്റെ വാല്യൂ കെയുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ആ രാസപ്രവർത്തനം അതിന്റെ സന്തുലിതാവസ്ഥയിലാണ് പറ്റും. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്യൂവിന്റെ വാല്യൂ കെനേക്കാളും കുറയുന്ന കണ്ടീഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും ക്യൂവിന്റെ വാല്യൂ കുറയുന്ന ഒരു കണ്ടീഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും രാസപ്രവർത്തനം ഫോർവേഡ് ദിശയിലാണ് കൂടുതൽ എന്താണ് മൂവ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി. അപ്പോൾ കെയുടെ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ അത് ഫോർവേഡ് റിയാക്ഷനിലായിരിക്കും ആ റിയാക്ഷൻ മൂവ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കാം. ഇനി ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് കെനേക്കാളും കൂടുതലായിട്ട് വരുന്ന കേസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ അതിന്റെ റിവേഴ്സ് ഡയറക്ഷനിൽ നീങ്ങാനായിരിക്കും കൂടുതൽ
ഇത് കാണിക്കുന്നുണ്ടായിരിക്കാം, ടെൻഡൻസി കാണിക്കും. അപ്പൊ എപ്പോഴും കെയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷൻ, ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ഫോർമേഷനുള്ള ടെൻഡൻസി ഉണ്ടാവും. ക്യൂന്റെ വാല്യൂ ആണ് കെനേക്കാളും കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ഡയറക്ഷനിലേക്കുള്ള ടെൻഡൻസി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്യൂന്റെയും കെന്റെയും വാല്യൂന്റെ ബേസിസിൽ റിയാക്ഷന്റെ ഡയറക്ഷൻ നമ്മൾ നോർമലി പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ ആയിരുന്നു ലൈക്ക് ഏതൊരു എത്ര എക്സ്റ്റെൻഡിലാണ് നമുക്ക് ആ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടന്നിട്ടുള്ളത്. ലൈക്ക് വി ക്യാൻ പ്രെഡിക്റ്റ് ദ എക്സ്റ്റെൻഡ് ഓഫ് ദ റിയാക്ഷൻ യൂസിങ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂന്റെ ബേസിസിൽ നമുക്ക് എത്രത്തോളം പ്രൊഡക്റ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്തത് കെയുടെ വാല്യൂന്റെ ബേസിസിലാണ് ആ റിയാക്ഷൻ എത്രത്തോളം പ്രോഗ്രസ് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ലൈക് റിയാക്ഷന്റെ എക്സ്റ്റെന്റ്. അപ്പൊ നമ്മൾ ഇത്ര നേരം ഫസ്റ്റ് കണ്ടത് നമ്മൾ റിയാക്ഷന്റെ എന്തായിരുന്നു ഡയറക്ഷൻ ആയിരുന്നു അപ്ലിക്കേഷൻ ആയിട്ടുള്ള കെയുടെ അപ്ലിക്കേഷൻ ആയിട്ട് കെ വാല്യൂ നമുക്ക് ഗിവൺ ആണെങ്കിൽ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കെയുടെ വാല്യൂ നമുക്ക് തരികയാണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ എക്സ്റ്റെൻഡ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് നോർമലി പ്രെഡിക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കെയുടെ വാല്യൂവിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കും. കെയുടെ വാല്യൂവിനെ പറ്റിയിട്ട് ഒരു കൺസിഡറേഷൻ ഇൻ ദ സെൻസ് നമ്മൾ നോർമലി പറയാം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 to the power -3 ആണ് വിചാരിക്കുക. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 to the power -3 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും ആരെക്കാളും കൂടുതൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ കെയുടെ വാല്യൂ കുറവാണ്, 10 to the power -3 കുറവാണെങ്കിൽ അവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും ആരെക്കാളും പ്രൊഡക്റ്റിനേക്കാളും കൂടുതലായിട്ട്. ദാറ്റ് മീൻസ് ആ റിയാക്ഷൻ എന്ന് പറയുന്നത് നോട്ട് അറ്റ് ഓൾ കംപ്ലീറ്റഡ് എന്ന് നമുക്ക് പറയാം. നോട്ട് അറ്റ് ഓൾ കംപ്ലീറ്റഡ് എന്ന് മാത്രമല്ല അവിടെ ഓൾമോസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്തിട്ടേ ഇല്ല എന്നുള്ള കേസാണ് നമ്മൾ കെയുടെ വാല്യൂ 10 to the power -3 എന്ന് വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അവിടെ മോസ്റ്റ്ലി നമുക്ക് റിയാക്ടൻസ് ആയിരിക്കും ആ ഒരു റിയാക്ഷനിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 10 to the power -3 അതുപോലെ തന്നെ 10 to the power 3 വരുന്ന കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു റിയാക്ഷനിൽ നമുക്ക് എന്താ പറയുക ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ആർ ഉണ്ടായിരിക്കും, സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് പി ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് റിയാക്ഷൻ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്, പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്റ്റന്റ് ഉണ്ടായിട്ടുള്ള അവസ്ഥ. അതായത് ഓൾമോസ്റ്റ് നമുക്കൊരു കമ്പയറബിൾ എമൗണ്ടിൽ അവിടെ റിയാക്റ്റന്റും പ്രസന്റ് ആയിരിക്കും, പ്രൊഡക്റ്റും പ്രസന്റ് ആയിരിക്കും. ഇതാണ് അപ്പൊ ഈ ഒരു ഇതാണ് രണ്ടാമത്തെ കേസ് നമുക്ക് പറയാം. റിയാക്ഷന്റെ ലൈക്ക് ഡയറക്ഷന് നമുക്ക് എക്സ്റ്റെന്റിന്റെ ബേസിസിൽ പറയാൻ പറ്റുന്നത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10 to the power 3 ആയിട്ട് വരുന്ന കേസ്. ഗ്രേറ്റർ ദാൻ 10 to the power 3 ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും 3. അതായത് ഓൾമോസ്റ്റ് റിയാക്ഷൻ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് സ്റ്റേജ്. അപ്പോൾ അവിടെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ആരെയായിരിക്കും, പ്രൊഡക്ട്സിനെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ആ വാല്യൂന്റെ ബേസിസിൽ വി ക്യാൻ പ്രെഡിക്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് ദ റിയാക്ഷൻ. അത് പ്രൊഡക്റ്റ് ആണോ അവിടെ ഉൽപ്പന്നങ്ങളാണോ കൂടുതലുള്ളത്, അതോ അഭികാരങ്ങളാണോ കൂടുതലുള്ളത്, അതോ ഉൽപ്പന്നങ്ങളോ അഭികാരങ്ങളോ ഓൾമോസ്റ്റ് ഈക്വൽ കോൺസെൻട്രേഷനിലാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെയുടെ വാല്യൂ. ഈ 3 റേഞ്ചും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒന്ന് ഫസ്റ്റ് റേഞ്ച് കെയുടെ വാല്യൂ ലെസ് ദാൻ 10 to the power -3, പിന്നെ കെയുടെ വാല്യൂ 10 to the power -3 10 to the power 3 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10 to the power 3 വരുന്നത്. ഇത്രയും കാര്യങ്ങൾ. ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സന്തുലിത സാന്ദ്രത. നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിലുള്ള അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും സാന്ദ്രത കണ്ടുപിടിക്കുക. സാന്ദ്രത ഇൻ ദ സെൻസ് ഗാഢത, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തിന്റെ ഹെൽപ്പിൽ പറ്റും, ഈ പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ബേസിസിൽ നമുക്ക് പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു ചെറിയൊരു എക്സ്പ്രഷൻ ഡെറിവേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെയും
അതുപോലെ തന്നെ രാസപ്രവർത്തന സിദ്ധിമാനം നമ്മൾ റിയാക്ഷൻ കോഷ്യന്റും ഗിബ്സ് എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നമുക്കറിയാം, നോർമലി ഏതൊരു റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു റിയാക്ഷനെ നമ്മൾ നോർമലി പ്രിഡിക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിയാക്ഷൻ ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോർമലി അതിന്റെ ഗിബ്സ് ഫ്രീ എനർജി വാല്യൂവിന്റെ ബേസിസിലാണ് നമ്മൾ പറയാറുള്ളത്, അല്ലെ? അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ആ പർട്ടിക്കുലർ റിയാക്ഷൻ, ഏത് റിയാക്ഷന്റെ ഡെൽറ്റ ജി വാല്യൂ ആണോ നെഗറ്റീവ് ആയിട്ടുള്ളത് ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് പ്രൊസീഡിങ് ആയിട്ടുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ലെങ്കിൽ സ്വാഭാവിക റിയാക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പുരോപ്രവർത്തന ദിശയിലായിരിക്കും ആ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും, മാത്രമല്ല റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് വൺ ആയിരിക്കും. ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് വരുന്ന കേസ് എന്ന് പറയുമ്പോൾ രാസപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ അസ്വാഭാവിക അല്ലെങ്കിൽ നമ്മൾ അതിനെ നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ എന്നാണ് പറയുന്നത്. നോൺ സ്പോണ്ടേനിയസ് ആണ്, സ്വയം പ്രവർത്തിതമല്ലാത്ത റിയാക്ഷൻസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ കറസ്പോണ്ടിങ്ങിലി അവിടെ പശ്ചാത്പ്രവർത്തനം അല്ലെങ്കിൽ പുരോപ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവിടെ കറസ്പോണ്ടിങ്ങിലി നമുക്ക് പശ്ചാത്പ്രവർത്തനം ആയിരിക്കും അവിടെ നടക്കും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു റിയാക്ഷൻ, ഇപ്പൊ എ ഗിവിംഗ് ബി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ എ ഗിവിംഗ് ബി എന്ന് പറയുന്നതിന്റെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവും ബി ഗിവിംഗ് എ എന്ന് പറയുന്നതിന്റെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും, അതിന്റെ ഫോർവേഡ് ഡയറക്ഷനിലേക്കായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്താ, പോസിറ്റീവ് ആണ് ബി ഗിവിംഗ് എ. അപ്പൊ അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ആണ്. ഇത് ഓൾറെഡി ഡെൽറ്റ ജി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും, അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, പ്രിഫറബിൾ ആയിട്ടുണ്ടായിരിക്കാം. അപ്പൊ എപ്പോഴും ഡെൽറ്റ ജി ഏത് ഡയറക്ഷനിലാണോ നെഗറ്റീവ് ഉള്ളത് ആ ഡയറക്ഷനിലേക്ക് ആയിരിക്കും എന്താ നടക്കാനായിട്ടുള്ള ടെൻഡൻസി എന്ന്. അപ്പൊ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ രാസപ്രവർത്തനം സ്വയം പ്രവർത്തിതമല്ലാത്തതായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ പശ്ചാത്തല പ്രവർത്തനത്തിന്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആയതുകൊണ്ട് പുരോപ്രവർത്തനത്തിലെ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായിട്ട് മാറ്റുന്ന പ്രവർത്തനമാണ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഏതാണോ ഡെൽറ്റ ജി നെഗറ്റീവ് ഡയറക്ഷനിലുള്ളത് ആ ഡയറക്ഷൻ ആയിരിക്കും അവിടെ പ്രിഫറബിൾ ആയിട്ടുണ്ടായിരിക്കാം. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഡെൽറ്റ ജി എന്ന് പറയുന്നത് സീറോ വരുന്ന കേസ്. ഡെൽറ്റ ജി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റും, നമുക്ക് തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റിയാക്ഷൻ അറ്റൈൻഡ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നുള്ളത് പറയാനായിട്ട് പറ്റും. അപ്പോൾ കെ ഡി ക്യൂ ഡി ഡെൽറ്റ ജിയുടെ വാല്യൂസിന്റെ ബേസിസിലാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ റിയാക്ഷന്റെ ഡയറക്ഷൻ. ഇപ്പോഴും ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവിലേക്കുള്ള ഡയറക്ഷനിലേക്കുള്ള റിയാക്ഷൻസ് ആണ് അവിടെ കൂടുതൽ നടക്കുന്നത്. ഓക്കെ, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള റിയാക്ഷന്റെ വാല്യൂ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും, ആ റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുണ്ടായിരിക്കാം. ഇനി നമ്മൾ ഈ ഒരു ഡെൽറ്റ ജിയും കെയും ക്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗിബ്സ് ഫ്രീ എനർജി, ഗിബ്സ് എനർജിയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എടുത്തിട്ടുണ്ട്. ഡെൽറ്റ ജി ഇൻ ടേംസ് ഓഫ് റിയാക്ഷൻ കോഷ്യന്റ്, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി ലോഗ് ക്യൂ ആണ് വരാം. ഇതിൽ ഡെൽറ്റ ജി സീറോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി അല്ലെങ്കിൽ നമ്മൾ പ്രമാണ ഗിബ്സ് ഊർജം എന്ന് പറയും. അപ്പൊ ഈ ഗിബ്സ് ഊർജത്തിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പുതിയൊരു അസംഷൻ നടത്താണ്. നമ്മൾ ഈ ഒരു റിയാക്ഷൻ, ഇത് നോർമൽ ആയിട്ടുള്ള റിയാക്ഷൻ്റെ, അപ്പൊ ഈ റിയാക്ഷൻ അറ്റൈൻഡ് ഇക്വിലിബ്രിയം ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സിസ്റ്റത്തിന്റെ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഡെൽറ്റ ജി സീറോ. അപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ സീറോ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ജി സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ്പ്രഷൻ കിട്ടും, ദാറ്റ് ഈസ് മൈനസ് ആർ ടി ലോഗ് കെ എന്ന് പറയും. അതായത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു സീറോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ അറ്റൈൻഡ് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയത്തിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെക്ക് ഈക്വൽ ആയിട്ട് മാറും. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, ക്യൂവിന് പകരം നമുക്ക് കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കറസ്പോണ്ടിങ്ങിലി നമ്മൾ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും, കെ ഇസ് ഈക്വൽ ടു ഇ ടു ദ പവർ മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി. കെ ഇസ് ഈക്വൽ ടു ഇ ടു ദ പവർ മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി, അല്ലെങ്കിൽ നമുക്കതിനെ എൽ എൻ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി.
ഇതാണ് അതിന്റെ ഡിഫറൻഷ്യൽ ഫോമിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താ എക്സ്പോണൻഷ്യൽ ഫോമിൽ എടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഗിബ്സ് എനർജിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഇക്വേഷനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ രണ്ട് കണ്ടീഷൻസ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ജി സീറോ എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ സീറോ, ദാറ്റ് ഈസ് ഡെൽറ്റ ജി സീറോ എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻഎഫക്റ്റീവില് മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി എന്ന് പറയുന്നത് ഏത് വാല്യൂയിലേക്ക് വരും? പോസിറ്റീവ് ക്വാണ്ടിറ്റിയിലേക്ക്, അല്ലെ? ഇപ്പൊ ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇ ടു ദ പവർ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് വരുന്നത്. ദാറ്റ് മീൻസ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് മാറും. കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ആ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാകുന്ന, അതായത് ഫോർവേഡ് റിയാക്ഷൻ ഏതാണോ, ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ ഇൻ ദ സെൻസ് പുരോപ്രവർത്തനം. അപ്പൊ പുരോപ്രവർത്തനത്തിന്റെ ദിശയിലേക്ക് ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ദ റിയാക്ഷൻ ഈസ് മോർ ഫേവർഡ്. പ്രൊഡക്റ്റ് ഏത് സൈഡിലേക്കാണോ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് ആ ഒരു സൈഡിലേക്ക് അത് മച്ച് മോർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ കേസ് ആയിട്ട് നമ്മൾ പറയാം ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, അതായത് ഡെൽറ്റ ജി വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ആവുന്ന കേസ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്, ജി സീറോ പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി എന്ന് പറയുന്നത് ഏതിലേക്ക് വരും? നെഗറ്റീവ് ക്വാണ്ടിറ്റിയിലേക്ക് വരും. നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിട്ട് മാറും. കെയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. വളരെ ചെറിയ തോതിൽ മാത്രമേ ഡെൽറ്റ ജി പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് ഡെൽറ്റ ജി പോസിറ്റീവ് ആയിട്ട് വരുന്ന കേസസിൽ അതിന്റെ റിവേഴ്സ് റിയാക്ഷൻ, ഒരു സൈഡിലേക്കുള്ള റിയാക്ഷൻ ഡെൽറ്റ ജി വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് റിയാക്ഷൻ ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, അല്ലെ? അപ്പൊ ഈ ഡയറക്ഷനിലേക്ക് ആയിരിക്കും അതിന്റെ കൂടുതൽ റേറ്റ് ഉണ്ടായിരിക്കാം. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് അവിടെ കുറയും, ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ആയിരിക്കും ഇവിടെ കൂടുതലായിരിക്കും. ഇതാണ് ലൈക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും അതുപോലെ തന്നെ ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ നമുക്ക് പറയാനായിട്ടുള്ള കാര്യം. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇ ടു ദ പവർ മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഗിബ്സ് എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം കണ്ടു. അതോടൊപ്പം തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പെക്യുലാരിറ്റീസ് കണ്ടു. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻസ് കണ്ടു. അതിൽ മെയിൻ 2 ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് എക്സ്റ്റെൻഡും ഒന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷൻ പ്രഡിക്ട് ചെയ്യുന്നത്. ഡയറക്ഷൻ പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യൂവിന്റെ വാല്യൂ എടുത്തു. ഇനി എക്സ്റ്റെൻഡ് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെന്റെ വാല്യൂന്റെ 3 കമ്പാരബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആണ്. ഇതാണ് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനായിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ എപ്പോഴും അതിന്റെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, പ്രഷർ, ടെമ്പറേച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ടെമ്പറേച്ചറിലോ പ്രഷറിലോ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അത് ആ റിയാക്ഷന്റെ ഇക്വിലിബ്രിയത്തിനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെ? അപ്പോ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മീൻ ചെയ്തു. നമ്മൾ ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കാറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ പ്രേരകങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, ഇനേർട്ട് ഗ്യാസസ് ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് എക്സ്റ്റേണലി നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തില് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഡിസ്റ്റർബൻസിനെ ആ ഒരു സിസ്റ്റം ഇല്ലാതാക്കാൻ നോക്കും, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസിനെ ആ ഒരു സിസ്റ്റം എന്താ ചെയ്യാൻ? കുറയ്ക്കാനായിട്ട്. ഇല്ലാതെങ്കിൽ ഇല്ലാതാക്കും. ഒരു വ്യൂഹത്തിലെ സന്തുലന സാഹചര്യങ്ങളെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകത്തിൽ മാറ്റം ഉണ്ടാക്കിയാൽ വ്യൂഹം ആ മാറ്റത്തിന്റെ സ്വാധീനം കുറയ്ക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കും. ഇതിനെയാണ് നമുക്ക് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പൊ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നമ്മൾ എങ്ങനെയാണ്, അതായത് നമ്മളിപ്പോ ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുക, ലൈക്ക് ഇൻഡയറക്ട്ലി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ചേഞ്ചസ് കാര്യങ്ങൾ വരുത്താം.
പിന്നെ അതേപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ വരുന്ന ഈ ഒരു ചേഞ്ചസ് കാരണം റിയാക്ഷൻ എങ്ങനെയാണ് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക, ഏത് സൈഡിലേക്കുള്ള റിയാക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ലേ ഷാക്ലിയൻ പ്രിൻസിപ്പിളിൽ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷനെ അഫക്ട് ചെയ്ത്. ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും എന്ത് ചെയ്യാൻ തുടങ്ങും, അഫക്ട് ചെയ്യും. അപ്പോൾ ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ സന്തുലന സ്ഥിരാങ്കത്തിനെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇത് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന്, ഗാഢത മാറ്റങ്ങൾ. നമ്മുടെ അഭികാരത്തിന്റെയോ പ്രൊഡക്റ്റിലോ ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ ചേഞ്ചസ് സന്തുലനത്തെ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തെ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ അഫക്ട് ചെയ്യാം. മർദ്ദ വ്യത്യാസം, ദാറ്റ് ഈസ് പ്രഷർ ചേഞ്ചസ്. സിസ്റ്റം നമ്മൾ ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രഷറിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് ചേഞ്ചസ് വരുത്താം. പിന്നെ ഉത്കൃഷ്ടവാതകം ഇൻ ദ സെൻസ് ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നമ്മളതിന് നിഷ്ക്രിയ വാതകങ്ങൾ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഗ്യാസസ് ആഡ് ചെയ്താലുള്ള ചേഞ്ചസ് എന്തൊക്കെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തൊക്കെ വാല്യൂസ് ചേഞ്ചസ് വരുത്താം. പിന്നെ താപനിലയിലുള്ള മാറ്റങ്ങൾ, താപനില ഇൻ ദ സെൻസ് നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ചസ് വരുത്തുമ്പോൾ അതെങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ അഫക്ട് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം, ദാറ്റ് ഈസ് ഹൗ കാറ്റലിസ്റ്റ് ക്യാൻ അഫക്ട് ദ റിയാക്ഷന്റെ സന്തുലിതാവസ്ഥയെ എങ്ങനെ അഫക്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഗാഢതാ മാറ്റത്തിന്റെ സ്വാധീനം. അതായത് നമുക്ക് രണ്ട് രീതിയിൽ ഗാഢത ചേഞ്ചസ് വരുത്താം അല്ലെ. ഒന്നില്ലെങ്കിൽ റിയാക്ടന്റ് സൈഡിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചേഞ്ചസ് വരുത്താം. അപ്പൊ നമ്മൾ പൊതുവെ സന്തുലനത്തിലുള്ള ഒരു സിസ്റ്റം, ഒരു വ്യൂഹത്തിലേക്ക് ഏതെങ്കിലും ഒരു അഭികാരകം അല്ലെങ്കിൽ ഉൽപ്പന്നം ചേർക്കുകയോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ ചെയ്താൽ ലേ ഷാക്ലിയൻ തത്വം അനുസരിച്ച് എന്ത് പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ, ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ആ ഒരു സിസ്റ്റത്തിലേക്ക് റിയാക്ടന്റ് ആഡ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം എന്തിനാ ശ്രമിക്കുക, റിയാക്ടന്റിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ എക്സസ് ക്വാണ്ടിറ്റീനെ റിമൂവ് ചെയ്യാനുള്ളത് അല്ലെ. അപ്പോ എങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള റിയാക്ടന്റിന്റെ എക്സസ് ക്വാണ്ടിറ്റീനെ അതിനെ എങ്ങനെയാ റിമൂവ് ചെയ്യാൻ പറ്റാം? അപ്പോൾ മാക്സിമം റിയാക്ടന്റിനെ അത് എന്താക്കി മാറ്റി നോക്കും, പ്രൊഡക്റ്റ് ആക്കി മാറ്റാണ് അല്ലെ. അപ്പോൾ റിയാക്ടന്റിനെ റിമൂവ് ചെയ്യാൻ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് നോർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, നോർമൽ സ്റ്റേറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് എന്ത് ചെയ്യും, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അവർ കൂട്ടാനായിട്ട് അല്ലെ. ഇനി പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ കൂട്ടിയെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ എന്താണ്ടായിരിക്കും, അത് പ്രൊഡക്റ്റിനെ എങ്ങനെയും കുറയ്ക്കാൻ നോക്കും. പ്രൊഡക്റ്റിനെ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരുന്നു. അങ്ങനെ എപ്പോഴും റിയാക്റ്റന്റും പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു എന്താണ് ചേഞ്ചസ് അല്ലെങ്കിൽ അവർ തിരിച്ച് ആ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഏത് റിയാക്റ്റന്റ് ആണോ പ്രൊഡക്റ്റ് ആണോ ഏതാണോ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്തത്, ആ കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പദാർത്ഥത്തിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനുള്ള രീതിയിലേക്കുള്ള ഡയറക്ഷനിലേക്കുള്ള റിയാക്ഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ കോൺസെൻട്രേഷൻ കൂടുക എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്റ്റന്റിന്റെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ നമ്മൾ കുറയ്ക്കുകയെന്ന് വിചാരിച്ചു. അപ്പൊ കുറയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിയാക്ടന്റ് ഇക്വിലിബ്രിയത്തിൽ എന്ത് വന്നു, ഡിസ്റ്റർബൻസ് വന്നു. അപ്പൊ കറസ്പോണ്ടിങ്ങിൽ എന്താണ്ടാവുക, ആ റിയാക്ഷനിലുള്ള പ്രൊഡക്റ്റ് സിസ്റ്റംസ് റിയാക്ടന്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതല്ല ഇനി പ്രൊഡക്റ്റിനെയാണ് നമ്മൾ റിമൂവ് ചെയ്തതെന്നുണ്ടെങ്കിൽ റിയാക്ടൻസ് എന്തായിട്ട് മാറാൻ തുടങ്ങും, പ്രൊഡക്റ്റ് ആയിട്ട് മാറാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ അഭികാരങ്ങളുടെയോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെയോ കോൺസെൻട്രേഷൻ നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണോ ഈ കുറവ് വന്നിട്ടുള്ള പദാർത്ഥത്തിന്റെ കോൺസെൻട്രേഷൻ ഉള്ളത്, ആ ഡയറക്ഷനിലേക്കുള്ള റിയാക്ഷന്റെ റേറ്റ് അവിടെ എന്ത് ചെയ്യാൻ നടക്കും, കൂടാനായിട്ട് തുടങ്ങും. ഇങ്ങനെയാണ് ഗാഢത മാറ്റം. അപ്പൊ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന്റെ ബേസിസിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ഏത് ഡയറക്ഷനിലേക്കാണോ കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ ആഡ് ചെയ്തത് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറവുള്ള കോൺസെൻട്രേഷൻ ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ കൂടുതലായിട്ടുള്ള എന്താ പറയാ പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ റിയാക്ടൻസിനെ നമ്മൾ റിമൂവ് ചെയ്തത്, അപ്പോൾ
കറസ്പോണ്ടിംഗ്ലി കുറവായിട്ടുള്ള ഗാഢതയുടെ സൈഡിലേക്ക് അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ഗാഢതയിലുള്ള മാറ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ. അപ്പൊ ഇപ്പോഴും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടി കറസ്പോണ്ടിംഗ്ലി പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ എപ്പോഴും ഏത് ഡയറക്ഷനിലേക്കായിരിക്കും കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുക? റിയാക്ടന്റ് ടു പ്രൊഡക്റ്റ് ഫോർമേഷൻ സ്റ്റെപ്പിലേക്കായിരിക്കും നടക്കുക. ഇനി അറ്റ് ദ സെയിം ടൈം നമ്മൾ റിയാക്ടന്റിന്റെ അമൗണ്ട് കുറച്ചും പ്രൊഡക്റ്റിന്റെ അളവ് കൂട്ടി എന്നുണ്ടെങ്കിൽ ഫോർവേഡ് ആണ് ഇവിടെ പ്രിഫർ ചെയ്യാൻ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ടന്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് എന്താണ് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും നമുക്ക് നടക്കുന്നത്. ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും പോസിബിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു ജനറൽ ആയിട്ടൊരു കൺസെപ്റ്റ് നമുക്ക് പറയാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ് പ്രഷറിൽ വരുന്ന ചേഞ്ചസ്, എന്ത് ചേഞ്ചസ് ആണ് സാധാരണ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ എൻറ്റയർ സിസ്റ്റത്തിന്റെ പ്രഷർ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷറിനോട് എങ്ങനെയാണ് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രഷറിനെ എങ്ങനെയാണ് അത് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പ്രഷറിനെ ഇല്ലാതാക്കാനായിട്ട്, കൂട്ടിയ പ്രഷറിനെ ഇല്ലാതാക്കാനായിട്ട് നോക്കാന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രഷർ അല്ലെങ്കിൽ ഭാഗിക മർദ്ദം എന്ന് പറയുന്ന കൺസെപ്റ്റ്, മർദ്ദം എന്നുള്ള കൺസെപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഗേഷ്യസ് സിസ്റ്റംസ് അല്ലെങ്കിൽ വാതക മോളിക്യൂൾസ് ആണ് എന്നുള്ളത്. അപ്പൊ മർദ്ദത്തിന് വാതക പ്രവർത്തനങ്ങളിൽ മാത്രമേ പങ്കുള്ളൂ. വാതകം റിലേറ്റഡ് പറയുമ്പോഴാണ് അവിടെ പ്രഷർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാം. അപ്പൊ നമ്മളൊരു സിസ്റ്റത്തിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് രണ്ട് സിസ്റ്റം ഉണ്ട്. ഒരു വളരെ ചെറിയൊരു സിസ്റ്റം ഉണ്ട്, ഒരു വലിയ സിസ്റ്റം ഉണ്ട് വിചാരിക്കും. അപ്പൊ ഈ ഒരു ചെറിയ സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടുന്ന സമയത്ത് അതിന് പ്രഷർ കുറയ്ക്കാൻ എന്താ ചെയ്യാതെ കുറച്ച് കൂടുതൽ സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് റിമൂവ് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മർദ്ദം വർദ്ധിപ്പിക്കുന്ന മോളുകളുടെ എണ്ണം കുറവുള്ള ഡയറക്ഷനിലേക്കായിരിക്കും റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് N2 + 3H2 giving 2NH3. അപ്പൊ ഈ ഇവിടെ അഭികാരങ്ങളുടെ എടുക്കുന്ന സമയത്ത് ഇവിടെ 4 മോൾസ് ഉണ്ട്. പ്രൊഡക്റ്റിന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 2 മോൾസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പ്രഷർ കൂട്ടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു റിയാക്ഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മോളുകളുടെ എണ്ണം കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ള ഡയറക്ഷനിലേക്കാണ്. അപ്പൊ ഇവിടെ 4 to 2 ആണ് വരിക അല്ലെ, 4 to 2 ആണ് വരുന്നതായിരിക്കാം. ഇപ്പൊ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും റിയാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കാം? ഫോർവേഡ് റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രഷറിനെ നമ്മൾ കുറയ്ക്കുകയാണെന്ന് വിചാരിച്ചു. പ്രഷറിനെ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് റിയാക്ഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളത് ആ ഡയറക്ഷനിലേക്ക് റിയാക്ഷന്റെ റേറ്റ് കൂടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 2 ആണ് ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും എന്ത് കൂടുതലായിരിക്കാം നമ്പർ ഓഫ് മോൾസിന്റെ കൂടുതൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും പ്രഷറിന്റെ വേരിയേഷനിൽ ഏത് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷന്റെ ഷിഫ്റ്റ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? അഭികാരങ്ങളുടെയും പ്രൊഡക്റ്റുകളുടെയും നമ്പർ ഓഫ് മോൾസ് നോക്കാം. പ്രഷർ കൂട്ടുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഡയറക്ഷനിലേക്കാണ് റിയാക്ഷൻ നടക്കുക. ഇനി പ്രഷർ കുറയ്ക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് കൂടിയ ഡയറക്ഷനിലേക്കായിരിക്കും റിയാക്ഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ പ്രവർത്തന മിശ്രിതത്തിന്റെ വ്യാപ്തം പകുതിയാക്കിയാൽ സാന്ദ്രതയും ഭാഗ്യവും മർദ്ദവും കറസ്പോണ്ടിങ്ങിൽ എന്താ ചെയ്യുന്നുണ്ടായിരിക്കും? അപ്പൊ അതുകൊണ്ട് തന്നെ മോളുകളുടെ എണ്ണമോ വ്യാപ്തമോ കുറയുന്ന ദിശയിലേക്ക് പ്രവർത്തനം മാറുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മിശ്രിതത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് നമ്മൾ പകുതിയാക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ്ങിൽ അവിടെ എന്തുണ്ടാവുന്നത്? ആ സിസ്റ്റത്തിന്റെ കോൺസെൻട്രേഷൻ ഇത്രയും വലിയൊരു സ്പേസിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോളിയം കുറച്ചു അല്ലെ. വോളിയം കുറയ്ക്കുന്ന സമയത്ത് അവിടെ കോൺസെൻട്രേഷനും കൂടുന്നുണ്ട്, കറസ്പോണ്ടിങ്ങിൽ എന്താ പ്രഷറും കൂടുന്നുണ്ട്. കോൺസെൻട്രേഷനും പ്രഷറും കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് റിയാക്ഷൻ ഡയറക്ഷൻ? മോളുകളുടെ എണ്ണം എവിടേക്കാണോ കുറയുന്നത് അതിന്റെ ബേസിസിലായിട്ട് റിയാക്ഷന്റെ ഡയറക്ഷൻ നമുക്ക് വരുന്നുണ്ടായിരിക്കാം. ഇനി അപ്പൊ മർദ്ദം മാറ്റണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എടുത്തിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് സിസ്റ്റം ആയിരിക്കണം. പിന്നെ രണ്ടാമത് അറിഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ ഇപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് റിയാക്ടന്റിന്റെയും പ്രൊഡക്ട്സിന്റെയും
നമ്പർ ഓഫ് മോൾസ് NR എന്ന് പറയുന്നതും NP എന്ന് പറയുന്നതും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രഷർ വേരിയേഷൻ നടത്തിയത് കൊണ്ട് റിയാക്ഷന്റെ ലൈക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് റിയാക്ഷൻ കഴിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ എപ്പോഴും എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പ്രഷറിന്റെ വേരിയേഷൻ അവിടെ പറയാം. അപ്പോൾ ആദ്യം തന്നെ അതൊരു ഗേഷ്യസ് സിസ്റ്റം ആയിരിക്കണം, പിന്നെ നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കണം. പ്രഷർ കൂട്ടുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഡയറക്ഷനിലേക്കും പ്രഷർ കുറയ്ക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് കൂടിയ ഡയറക്ഷനിലേക്കുമായിരിക്കും റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് മർദ്ദ വ്യത്യാസത്തിന്റെ ബേസിസിൽ പറയാനായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് താപനിലയിലുള്ള മാറ്റത്തിന്റെ സ്വാധീനം എങ്ങനെയാണ്. അപ്പൊ നമുക്കറിയാം എപ്പോഴും ഒരു റിയാക്ഷൻ നമ്മൾ ഓൾറെഡി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നല്ല, ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസ് വരുന്നതിനനുസരിച്ചിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ എന്ത് വരും, ചേഞ്ചസ് വരുന്നത് നമ്മൾ. അപ്പോൾ ടെമ്പറേച്ചറിൽ നമ്മൾ ഡിഫറൻസ് വരുത്തുന്ന സമയത്ത് കറസ്പോണ്ടിംഗ്ലി അവിടെ എന്ത് വരുന്നുണ്ട്, ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ ചേഞ്ചസ് കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ താപനിലയുടെ കാര്യം പ്രഷറിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മളുടെ മോൾസിന്റെ കാര്യം ഡിസ്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചറിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിന്റെ ΔH വാല്യൂ നോക്കിയിട്ടാണ് അത് ഏത് ഡയറക്ഷനിലേക്ക് ആയിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് ടൈപ്പിലുള്ള തെർമൽ റിയാക്ഷൻസ് നമുക്കറിയാം. എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് താപമോചക പ്രവർത്തനം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ, താപമോചക പ്രവർത്തനം. ΔH എൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് താപശോഷക പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മൾ അതിനെ എൻഡോതെർമിക് റിയാക്ഷൻസ് അല്ലെ, താപത്തിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസിനെ എൻഡോന്നും താപത്തിനെ റിലീസ് ചെയ്യുന്നതിന് നമ്മൾ എക്സോതെർമിക് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ΔH വാല്യൂസിന്റെ ബേസിസിലാണ് നമ്മൾ താപനിലയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാമെന്നത് പറയും. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് താപനിലയിലെ മാറ്റം. ഇപ്പൊ ΔH എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് വരുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ റിയാക്ഷൻ ഏത് ടൈപ്പിലായിരിക്കും, എക്സോതെർമിക് അല്ലെങ്കിൽ നമുക്ക് താപമോചക പ്രവർത്തനങ്ങളാണ്. ഇനി ΔH എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് താപമോചകം, അല്ലെങ്കിൽ അതിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. അപ്പൊ താപമോചക പ്രവർത്തനങ്ങളും താപശോഷകം ΔH പോസിറ്റീവ് ആയിട്ട് വരുന്ന കേസ്, താപമോചകം ΔH എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് വരുന്ന കേസുമാണ്. അപ്പൊ താപനിലയിലുള്ള ഡിഫറൻസിന്റെ കേസിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ N2 അഗെയിൻ നമ്മൾ അമോണിയയുടെ കേസ് തന്നെ എടുക്കണം. N2 + CH2 ഗിവിംഗ് 2NH. ഈ ഒരു റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ΔH വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് -92.3. ഇനി ഇതിന്റെ റിവേഴ്സ് റിയാക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ΔH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് +92.92 ആണെന്ന് വിചാരിക്കും. +92 കിലോ ജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിന് എങ്ങനെയെങ്കിലും ടെമ്പറേച്ചർ കുറയ്ക്കണം. ടെമ്പറേച്ചറിനെ കുറയ്ക്കാനുള്ള പോസിബിലിറ്റി എന്താ, സിസ്റ്റത്തിൽ ഏത് ഡയറക്ഷനിലാണോ ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ നടക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് ആയിരിക്കും റിയാക്ഷന്റെ റേറ്റ് കൂടുന്നതായിരിക്കും അല്ലെ. ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. ടെമ്പറേച്ചർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കും. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡോതെർമിക് അല്ലെങ്കിൽ താപശോഷക പ്രവർത്തനം. ഈ താപശോഷക പ്രവർത്തനങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് നമുക്ക് ഇവിടെ താപശോഷക പ്രവർത്തനം എന്ന് പറയുന്നത് നടക്കുന്നത് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ. അതായത് ΔH എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുമ്പോഴാണ് ദാറ്റ് ഈസ് താപശോഷക പ്രവർത്തനം നമ്മൾ പറയാം. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഇവിടെ റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും. അമോണിയ എന്ന് പറയുന്നത് N2 H2 ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് ഇവിടെ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തിട്ടുള്ള. ഇവിടെ റിവേഴ്സ് റിയാക്ഷന്റെ റേറ്റ് ആയിരിക്കും കൂടുന്നതായിരിക്കും. ഇനി ടെമ്പറേച്ചറിന് നമ്മൾ കുറയ്ക്കാന്ന് വെച്ചാൽ ഈ സിസ്റ്റം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ടെമ്പറേച്ചറിൽ നിന്ന് നമ്മൾ ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറച്ചു. ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് എന്താ ചെയ്യാം, സിസ്റ്റത്തിന് എങ്ങനെയെങ്കിലും അത് നോർമലി ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിലേക്ക് വരണം. അതായത് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടണം. സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ അവിടെ ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്കുള്ള റിയാക്ഷൻസ് പ്രിഫർ ചെയ്യണം അല്ലെ. ഇവിടെ ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാ, എക്സോതെർമിക് അല്ലെ, ഫോർവേഡ് റിയാക്ഷൻ. നമുക്ക് അമോണിയയുടെ പ്രശ്നം നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ΔHന്റെ വാല്യൂ ഇതിലേക്ക് വരും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സോതെർമിക് ആയിട്ടുള്ള പ്രോസസ് ആയിട്ട്. അപ്പൊ അങ്ങനെയാണ് എപ്പോഴും ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട്
എന്താ എൻഡോതെർമിക് പ്രോസസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സുകളായിരിക്കും ഇവിടെ പ്രിഫർ ആയിട്ട്. മൂന്നാമത്തെ ഫാക്ടർ ആയിട്ടുള്ള താപം ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ അഫക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന നാലാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഉത്കൃഷ്ടവാതകം ചേർക്കുന്നതിന്. ഉത്കൃഷ്ടവാതകം മീൻസ് ഇനേർട്ട് ഗ്യാസസ്. ഇനേർട്ട് ഗ്യാസസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാവും? ഇനേർട്ട് ഗ്യാസസ് നമ്മൾ നോർമലി ആ ഒരു ഇക്വിലിബ്രിയത്തിലേക്കുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ വോളിയത്തിൽ ഒന്നും ചേഞ്ചസ് വരും. അപ്പൊ ആർഗൺ പോലെ ഉത്കൃഷ്ടവാതകം നമ്മൾ ചേർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ സന്തുലനാവസ്ഥയിൽ എന്തുണ്ടാവില്ല, മാറ്റങ്ങൾ ഉണ്ടായിരിക്കില്ല. ഉത്കൃഷ്ടവാതകം നമുക്കറിയാം അത് രാസപ്രവർത്തനത്തിൽ എന്താ ചെയ്യാൻ പങ്കെടുക്കാത്ത സിസ്റ്റംസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കറസ്പോണ്ടിംഗ്ലി നമ്മൾ ആ ഒരു വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആർഗൺ പോലുള്ള ഒരു ഉത്കൃഷ്ടവാതകം ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ചേഞ്ചസ് വരില്ല, റിയാക്ഷന്റെ റേറ്റിൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ ചേഞ്ചസ് വരില്ല. അപ്പൊ നിശ്ചിത വ്യാപ്തത്തിലുള്ള ഉത്കൃഷ്ടവാതകത്തിന്റെ കൂട്ടിച്ചേർക്കൽ രാസപ്രവർത്തനത്തിൽ ഉൾപ്പെട്ട വാതകങ്ങളുടെ ഭാഗിക മർദ്ദങ്ങളെയോ അല്ലെങ്കിൽ മോളാർ ഗാഢതയോ മാറ്റുന്നില്ല എന്നാണ് പറയുമ്പോഴും ഓൾറെഡി ഒരു നിശ്ചിത ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വോളിയത്തിലുള്ള റിയാക്ടന്റും അഭികാരങ്ങളും പ്രൊഡക്റ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഉത്കൃഷ്ടവാതകങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ആഡ് ചെയ്തിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊരു കോൺസ്റ്റന്റ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റം ആണ്. അപ്പൊ അവരുടെ ഭാഗിക പ്രഷറിനെയോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്തില്ല. കോൺസെൻട്രേഷനോ ഗാഢതയ്ക്കോ ചേഞ്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രഷർ ചേഞ്ചസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കില്ല, ഇക്വിലിബ്രിയത്തിന് ചേഞ്ചസ് വരും. ഉത്കൃഷ്ടവാതകങ്ങൾ ചേർക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ നമുക്ക് ചേഞ്ചസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത് എന്താ ഉത്കൃഷ്ടവാതകങ്ങൾ നമ്മൾ ലീനിയർ ഗ്യാസസ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ഇക്വിലിബ്രിയത്തിനെ കോൺസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് പാരാമീറ്റർ ആണ് നമ്മുടെ നിഷ്ക്രിയവാതകങ്ങൾ ചേർക്കുന്നത്. നിഷ്ക്രിയവാതകങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്കൃഷ്ടവാതകങ്ങളിൽ നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് പാരാമീറ്റർ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഉൾപ്രേരകങ്ങളാണ്. പാരാമീറ്റർ ഉൾപ്രേരകങ്ങളുടെ അഡിഷൻ. ഉൾപ്രേരകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കാറ്റലിസ്റ്റ് ആണ് അല്ലെ. കാറ്റലിസ്റ്റ് നമുക്കറിയാം, കാറ്റലിസ്റ്റ് നമ്മൾ ഒരു റിയാക്ഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അല്ലെ, റിയാക്ടന്റുമായിട്ടോ പ്രൊഡക്റ്റുമായിട്ടോ ഇത് റിയാക്ട് ചെയ്യില്ല. ഇത് എന്താ ചെയ്യാ, റിയാക്ടൻസിന്റെ റേറ്റിനെ എൻഹാൻസ് ചെയ്യിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന ഒരു റിയാക്ഷനെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യിക്കാനായിട്ട് പറ്റും. അല്ലാതെ ഒരിക്കലും കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കല്ല ചെയ്യാം, ഇക്വിലിബ്രിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റിയാക്ടന്റ് ടു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക്, ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാറ്റലിസ്റ്റ്. അല്ലാതെ കാറ്റലിസ്റ്റ് ഒരിക്കലും എന്താണ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റുകളിലെ ഡിഫറൻസുകൾ കാര്യങ്ങളൊന്നും വരില്ല. ബാക്ക്വേർഡ് റിയാക്ഷൻ അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേസമയം അത് ഓപ്പോസിറ്റ് റിയാക്ഷനെയും അത് ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഓക്കെ. അപ്പൊ എപ്പോഴും ഉൾപ്രേരകങ്ങളും അതുപോലെ തന്നെ നിഷ്ക്രിയവാതകങ്ങളുടെ കേസിൽ നമ്മൾ എടുത്താലും രണ്ട് കേസസിലും അത് റിയാക്ഷനിലെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഉൾപ്രേരകത്തിന്റെ കൺസെപ്റ്റിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ചെറിയൊരു എക്സ്പ്രഷൻ ആണ് വാൻ ഡോഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വാൻ ഡോഫ് ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. വാൻ ഡോഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ രാസപ്രവർത്തനത്തിന്റെ സന്തുലിത സ്ഥിരാങ്കം എങ്ങനെ, അതായത് ഹൗ കെ വേരീസ് വിത്ത് ടെമ്പറേച്ചർ, ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു വേരിയേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യാനാണ് വാൻ ഡോഫ് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ വാൻ ഡോഫ് ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ പല ഫോംസിലുള്ള വാൻ ഡോഫ് ഇക്വേഷൻ ഉണ്ട്. ലീനിയർ ഫോം ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഫോം ഉണ്ട്, പിന്നെ അതുപോലെ നമ്മൾ ലീനിയർ ഫോം പറയാറുണ്ട്. അപ്പൊ വാൻ ഡോഫ് ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നതാണ് ഈ ഒരു ഫോം, d by dt of ln k into is equal to delta h0 divided by rt square എന്നുള്ളത്. ഇതിൽ d by dt of log k eq എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ.
ഇവിടെ ഡെൽറ്റ H0R, സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എൻതാൽപി ചേഞ്ച് ഡ്യൂറിംഗ് ദാറ്റ് പർട്ടിക്കുലർ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപി ചേഞ്ച്. ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T സെക്കൻഡ് ടെമ്പറേച്ചർ ആണ് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ വാൻ ഡെർ ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. ഇനി വാൻ ഡെർ ഇക്വേഷന്റെ ഇന്റഗ്രേറ്റഡ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് റിയാക്ഷൻ മെഷർ ചെയ്യുന്ന സമയത്ത് T1 T2 എന്ന് പറയുന്ന രണ്ട് ടെമ്പറേച്ചറിലുള്ള T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1, T2 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് K2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ log K2 by K1 is equal to delta H divided by 2.303 R into T2 minus T1 divided by T1 T2. ഇതാണ് ഇന്റഗ്രേറ്റഡ് വാൻ ഡെർ ഇക്വേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് മോളാർ എൻതാൽപി ചേഞ്ച് ആണ്. T1 എന്ന് പറയുന്നത് ഫസ്റ്റ് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ, T2 എന്ന് പറയുന്നത് എന്ത് ടെമ്പറേച്ചറിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമുക്ക് K1 K2 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ലീനിയർ ഫോം ഓഫ് വാൻ ഡെർ ഇക്വേഷൻ ആണ്. വാൻ ഡെർ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഫോം ആണിത്. Natural log K2 is equal to minus delta H0 divided by RT plus delta H0 divided by RT. അപ്പൊ ഇത് ലീനിയർ ഫോം എന്ന് പറയാൻ കാരണം ലീനിയർ ഫോം എന്ന് പറയുമ്പോൾ y is equal to mx plus z എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ കറസ്പോണ്ടിംഗ്ലി ഇവിടെ ln K2 minus delta H0 divided by RT plus delta H0 divided by R. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എഗെയിൻസ്റ്റ് നമ്മൾ 1 ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ ലോഗ് K2 എഗെയിൻസ്റ്റ് 1 ടെമ്പറേച്ചർ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് കിട്ടുക. അപ്പോൾ ജസ്റ്റ് എൻഡോതെർമിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദ റിയാക്ഷൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. റിയാക്ഷൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പും അറ്റ് ദ സെയിം ടൈം എന്താണ് എക്സോതെർമിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ഗ്രാഫ്. ഇതാണ് ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എപ്പോഴും എൻഡോതെർമിക് ആണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു ഗ്രാഫും എക്സോതെർമിക് ആണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് നോർമലി ഒബ്സർവ് ചെയ്യാനായിട്ട്. ഇതാണ് വാൻ ഡെർ ഇക്വേഷൻ. അതിന് കറസ്പോണ്ടിങ് ലീനിയർ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാൻ ഡെർ പ്ലോട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്